ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കാണ് എന്താണ് ബൈക്കിന് പ്രവേശനമില്ല, ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല. ഈ ബൈക്കുകാരന്റെയും ഓട്ടോറിക്ഷക്കാരന്റെയും കാശ് മേടിച്ചിട്ടാണ് പണിതേക്കുന്നത്. അവർ അടിച്ചവരുടെ പെട്രോളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഈ 18 രൂപ. മനസ്സിലായേ? അങ്ങനെ ചെയ്ത പൈസയാണിത്, അല്ലാതെ ആരും കൊണ്ടുവന്നും കൂടെ ഇറക്കിയൊന്നുമല്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട്. എന്നിട്ടാണ് ഇതിൽ അപാകത നിൽക്കുന്നത്. ദേശീയപാത 66-ൽ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ സർവീസ് റോഡിൽ ഉൾപ്പെടെ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി വരികയാണ്. പോലീസും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റും NHAയും സംയുക്തമായാണ് നീക്കം. ദേശീയപാതയിൽ ഇരുചക്രവാഹനവും ഓട്ടോയും പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കും. എക്സിറ്റ് വഴി ദേശീയപാതയിൽ കയറുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ദേശീയപാതയിൽ ഇരുചക്രവാഹനം, ഓട്ടോ എന്നിവയ്ക്ക് സർവീസ് നിരോധിക്കാനുമാണ് യോഗത്തിൽ തീരുമാനമായത്. നിലവിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ 28 കിലോമീറ്റർ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സജീവമായിട്ടുണ്ട്. ഓട്ടോയും ദേശീയപാതയിൽ അനധികൃതമായി കയറി മറ്റു വാഹനങ്ങൾക്ക് ദേശീയപാത ഉപയോഗിക്കാൻ കഴിയാത്ത വിധം സർവീസ് നടത്തുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോ എന്നിവയ്ക്കും ദേശീയപാതയിൽ അനുമതിയില്ലെന്ന യോഗത്തിൽ NHA അധികൃതർ വ്യക്തമാക്കി. 24 കോഴിക്കോട്.